ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി തേവക്കൽ എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്നൊരു വലിയൊരു വില്ല പ്രൊജക്റ്റിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വലിയ 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്ററും വിദ്യോദയ സ്കൂളിലേക്ക് 1.5 കിലോമീറ്ററും കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 1/2 കിലോമീറ്ററുമാണ്. ഒരു കണ്ടംപററി സ്റ്റൈൽ എലിവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വഴിയാണ് വീടിന് മുന്നിലായുള്ളത്. ടെക്സ്ചർ ഡിസൈനും LED ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമതിൽ നൽകിയിരിക്കുന്നത്. GA2 നിർമ്മിച്ച വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. 2 SUV കാർ സുഖമായി നമുക്ക് ഈ വീടിന്റെ മുന്നിൽ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു പാർക്കിംഗ് സ്പേസ് ഓപ്പൺ ഏരിയ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ്സുകൾ കിണർ വെള്ളവും KWA വാട്ടർ കണക്ഷനുമാണ്. മുറ്റം മുഴുവനായി തന്നെ കടപ്പ കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. 2-3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്ര വീതിയിലുള്ള ഒരു ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഭാഗത്തായി വലിയ ഫ്രഞ്ച് വിൻഡോകൾ നൽകിയിരിക്കുന്നതും നമുക്കിവിടെ കാണാം. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന അതിമനോഹരമായ ഒരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാം. പ്രൊഫൈൽ ലൈറ്റും വുഡൻ പാനലിംഗും ഒക്കെ നൽകി വളരെ ഭംഗിയാക്കി തന്നെയാണ് സീലിംഗ് വർക്കും കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗത്തായി ഒരു പാർട്ടീഷൻ വർക്ക് നമുക്കിവിടെ കാണാം. CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി സ്റ്റെയർവേക്ക് താഴെയായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലായി മുഴുവനായി വലിയൊരു ടെക്സ്റ്റൈൽ ഡിസൈൻ വർക്കും നമുക്കിവിടെ കാണാം. അതിനുശേഷം നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്നും നോട്ടമെത്താത്ത രീതിയിൽ തന്നെ ഒതുങ്ങി മാറി തന്നെയാണ് കിച്ചൺ ഇരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ് നൽകിയിരിക്കുന്നത്. മനോഹരമായ സീലിംഗ് വർക്കും നമുക്ക് ഈ വീടിന്റെ കിച്ചണിൽ കാണാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളത്തിൽ വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആവശ്യത്തിന് വെന്റിലേഷനും ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള ഒരു മോഡേൺ ഡിസൈനിലുള്ള വാർഡ്രോബും നമുക്കിവിടെ കാണാം. വുഡൻ പാനലിംഗ് വർക്കൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്ക് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നമുക്ക് നല്ലൊരു സീലിംഗ് വർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. മുഴുവനായി ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന സ്റ്റെയർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീടിന്റെ വലിയൊരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഏകദേശം 20 അടിയിലധികം നീളം വരുന്ന വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായി ഒരു TV യൂണിറ്റും ബിൽഡർ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടൊരു പോയിന്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 18 അടിയോളം നീളം വരുന്ന വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം.
നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമ്മളിനി പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടി നീളം തന്നെയാണ് ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് നമുക്ക് ഈ റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും പൂർത്തിയാക്കിയിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽസിന്റെ വർക്ക് കൂടി ഇവിടെ ഇനി പൂർത്തിയാകാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ വീടിന്റെ എല്ലാവിധ ഡീറ്റെയിൽസും കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.